ഗുഡ് മോർണിംഗ്. സോ ഞങ്ങളിപ്പോൾ ഇതാ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. 7 മണിക്ക് എത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5:30 ആകുമ്പോഴത്തേനും എത്തി ഡൽഹിയിൽ. സോ ഞാനിപ്പോൾ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ആക്കുകയാണ്. ബാഗിൽ കുത്തിച്ച് ബാഗ് വരുന്നില്ല, ബാഗ് വരുന്നില്ല. रिव्यू डाल देना, ऑनलाइन टिकट होगी तो ऑनलाइन है ना, प्लीज डाल देना अगर आपको अच्छा लगा हमारा. हाँ ചെയ്യാൻ അതെ ഞാൻ കൂടെ എന്തായിരുന്നു കാണാനോ. ഈ ലഗേജ് ഒക്കെ ഒന്ന് എടുക്കട്ടാ. ബാഗ് എടുക്കാൻ ഭയങ്കര തിരക്കാണ്. പപ്പ ബാക്കിയിരുന്നോന്ന് അതന്നെ തും പീച്ചേന്ന് കണ്ടാ ഓട്ടോ കിട്ടി. ഞാനിരിക്കട്ടെ. ഈ കാണുന്നത് പൊല്യൂഷനാ തോന്നുന്നു. ഫുൾ പൊല്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ. ഡൽഹിയില് ഫുൾ പൊല്യൂഷനാണ്. ഞാനിവിടെ മാസ്ക് ഇട്ട് നടക്കേണ്ടി വരും. അവിടെ അങ്ങനെ ഹോട്ടലിൽ കൊണ്ട് നിർത്തി. ഇവിടെ ഈ ഹോട്ടലാണ് എടുത്തിട്ടുള്ളത്. റൂമിൽ കിച്ചൺ This is our room. പാക്കേജ് എടുത്താലേ നമ്മൾ അതിന് ടെൻഷൻ എടുക്കണ്ടല്ലോ. നാളെ രാവിലെ 6 മണിയാകുമ്പോൾ പാക്കേജാണ് എടുത്തത്. ഓക്കെ പറ്റില്ല കൊടുത്തിട്ട് അല്ല ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് കാണാം. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡും ആപ്പിളും അച്ചാറും. നല്ല കുടുതച്ചാറ്. കുടുതച്ചാറ്, ബ്രെഡ്, ആപ്പിള്. ഇതിനെന്തായാലും കഴിച്ച് ചെയ്തിട്ട് കാണാം. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി ഇവിടെ മാർക്കറ്റിൽ പോകണം. സോ അവിടെ എത്തിയിട്ട് കാണാം. അവിടുന്ന് കൊണ്ട് തിരിച്ചു വരേണ്ടി വന്ന് സൺസ്ക്രീൻ ഇട്ടില്ല. സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടുണ്ടായിരുന്നു. പച്ചക്കുതിര ദിലീപിനെ പോലെ 24 മണിക്കൂർ തിന്നാനുള്ള കാരണം കവറിൽ ലേസ് പൊട്ടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് എടുത്ത് നടന്ന് തിന്നുക. ആർക്ക് ഫുഡ് വേണ്ട പറയൂട്ടാ. കേറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുഡ് അടിക്കണതാണ് പോകുന്നത്. എല്ലാം ഒന്നും വേണ്ട പറയും. നൊക്കത്തീന്ന് എടുത്ത് തിന്നുകയും ചെയ്യും. ഓട്ടോ പിടിച്ച് നേരെ പിടിച്ചെന്ന് പറഞ്ഞാല് ഓനാദ്യം എത്ര പറഞ്ഞു? ആദ്യം പറഞ്ഞ ഒരാൾക്ക് 50. അപ്പൊ ഞങ്ങൾ ഭയങ്കര ചാടക്കിട്ട് കയറില്ല പറഞ്ഞേ ഞാൻ 4 പേർക്ക് 100 രൂപയ്ക്കാരാന്ന്. ഞങ്ങളിതാ ജുമ്മാ മസ്ജിദിലോട്ട് പോവാണ്. അവിടെ ഒന്നൊക്കെ പോകും. വേണ്ട
ഓട്ടോയിൽ ഇരിക്കുന്നതിടയിൽ ഉമ്മയുടെ ഫോൺ കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയൊരു ചെറിയ ചെക്കൻ. അപ്പം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കായിരുന്നു. അതിൻ്റെ 2 സൈഡിൽ കൂടെ അങ്ങനെ വാങ്ങാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഞാൻ ഫോൺ നമ്പർ സ്റ്റാർട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ജുമാ മസ്ജിദ്. ഞങ്ങളുടെ അങ്ങോട്ട് കയറും. ചെരുപ്പ് അയച്ചേക്കണം ഇവിടെ. ചെരുപ്പ് അയച്ചേക്കണം അത്ര. ഷോർട്സ് വരുന്നുണ്ടോ? ആ ചെങ്ങായല്ലേ പോവാൻ പറയണ്. അവിടെ വെറുതെ പൈസ വന്നിട്ടുണ്ടല്ലേ. ആ ചെങ്ങായി എപ്പുറത്തെ ചെങ്ങായി പോവാൻ പറയുന്നുണ്ട്. ചീത്തറിഞ്ഞു. ഈ മസ്ജിദിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഈ ഇട്ടിക്കുന്ന സാധനത്തിൽ കൂടെ അല്ലാണ്ട് നടക്കാറ്റില്ല. നല്ല വെയിലാണ്. കാലിങ്ങനെ പൊള്ളി തൊലി കയ്യിൽ വരും. ഇവരാണ് എൻ്റെ ഒരു സൈഡും തരില്ല. നമ്മളിങ്ങനെ സൈഡാക്കി കൊടുക്കുക. അയ്യോ എങ്ങനെയാണ് ചൂടുണ്ടോ? ഇവിടെ എന്നാലും കുഴപ്പമില്ല. ഇവിടെ എന്താ ഇത് ഒതുക്കാനുള്ളതുന്നുണ്ട്. ഇത് എന്തിനാ വെള്ളം? ഞങ്ങൾ ഇനി ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഇതാ ഉള്ളിലോട്ട് കയറുന്നത്. भाई देखो काम तो वही होगा आज ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എവിടെ പോണ? ഞങ്ങൾ ഇന്ന് പോണത് മട്ടൻ കഴിക്കാൻ. നമ്മൾ കരീംകാട മട്ടനില്ല, കരീംഖാന. ഇവിടെ കരീംകാട മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാട് കിട്ടും. സോ കരീംഖാന എന്നാണ്. അതായത് മട്ടനാണ് അവിടെ ഫുള്ളും. മട്ടനും എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. വെള്ളം ഇവിടുന്ന് ചെരുപ്പ് വാങ്ങി 40 റുപ്യ വാങ്ങി. ചെരുപ്പ് വാങ്ങി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെ നമ്മൾ അവനവന് സൂക്ഷിച്ചാൽ അവനവനക്ക് നല്ലത്. मोहब्बत का तनीमता
ഷവർമ്മയുടെ പോലെ നോക്ക്. വേണ്ട, ഇവിടെ ഒറിജിനൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുക ഇങ്ങനത്തെ ചെമ്പിലാണ്. അവിടുത്തെ അങ്ങനത്തെ ചെമ്പുള്ള സ്ഥലത്ത് നിന്ന് തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫുഡിനൊക്കെ. ശേഷം ഞങ്ങൾ ഇവിടേക്കാണ് ഫുഡൊക്കെ കാണിച്ചത്. ये बटर चिकन में आप पूछता भाई ये ഐറ്റം സാധനങ്ങളൊക്കെ വന്നു. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചിക്കൻ വന്നു. എടുത്തോ, ഇഷ്ടമുള്ള എടുത്തോ. ഇപ്പൊ തന്നെ തിന്നോക്കിയല്ലോ. 2 കൊക്കക്കോളയും കൂടി പറഞ്ഞു. ഞാൻ ഒറ്റ കൈ കൊണ്ട് പിടിക്കുമ്മ പിടിക്ക്. ഇയാള് പിന്നെ എന്ത് തൊട്ടാലും ആദ്യം ഫസ്റ്റ് ഭൂമിയിലാണ്. അത് ആ ഭൂമി തന്നണം. ഭൂമി വന്നതിന് ശേഷം നമ്മളൊക്കെ വന്നത്. ആയിക്കോട്ടെ, ഞാൻ ഭൂമിനോട് സ്നേഹമുള്ളതാണ്. ഇത് മട്ടൻ്റെ കീമ, ഇത് മട്ടൻ ബിരിയാണി, മട്ടൻ കറി, ഫുൾ മട്ടൻ വിഭവങ്ങൾ. ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് കാണാം. വിശക്കണം. ഈ സാധനം ഈ കറി മുക്കി തിന്നുമ്പോൾ പിസയുടെ ടേസ്റ്റ്. പിസ ഇത് കാണുന്ന പൈസ ഒക്കെ ശരിക്കുള്ള പൈസയാണ്. നമ്മുടെ നാട്ടിൽ പൈസ കയ്യിൽ കൊടുക്കണതിന് പകരം ഇവര് മാലാണ് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒറിജിനൽ പൈസയാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ ഫേമസ് കുൽഫി കഴിക്കാൻ വേണ്ടി പോകും. മോഹൻലാൽ കുൽഫി സംഭവം എന്താ വെച്ചാൽ ഫ്രഷ് ഫ്രൂട്ടായിട്ട് അവർ ഉണ്ടാക്കുന്നതാണ്. അതവിടെ ചെല്ലുമ്പോൾ കാട്ടിത്തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ മാർക്കറ്റിൽ നിന്ന് നേരെ പോകണം. സോ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല, നേരെ തിരിച്ചു പോവാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ കുൽഫി തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ നോക്കുന്നത്. ആ കുട്ടിയുടെ കൈ പിടിച്ചോ? നേരല്ല അങ്ങണ്ടാണ് അത് തിരിയണണ്ട. അത് തിരിയുമ്പോ തിരിയണത് ആ നേരോട്ട്. എന്ത് വന്ന് കാത്തിക്കണത്? ഒന്ന് നേരെ ഇവിടുന്ന് ഇങ്ങനെ പോകും. ഇങ്ങനെ പോകും. ഇങ്ങനെയും പോവാ. റൂമിൽ പോണ വഴി കൂടെ വീണ്ടും നടന്നു വഴി കയറി. കയറിയപ്പോൾ ഫസ്റ്റ് ഫുള്ള് യൂറിൻ്റെ സ്മെല്ല്. ഒപ്പളായി നിന്നിട്ട് മൂത്രയിക്കുന്ന ആൾക്കാർ, അത് ആണുങ്ങൾ. അതിൻ്റെ ഇപ്പുറത്തെ വേറൊരു വഴിക്ക് കയറി. ചെറിയ ഇടവഴി കയറിയിട്ട് ഫുള്ളൊരു ഇടവഴി കൂടെ ഉള്ളൊരു റോഡ്.
അറ്റ് ലാസ്റ്റ് കടയിലെത്തി. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. കുറേ നടന്നിട്ടാണ് ചേട്ടനെ കണ്ടുപിടിച്ചത്. ആ മാംഗോ ഫ്രൂട്ട്സ് ആക്കിയിട്ട് നമുക്ക് 200 രൂപയാണ്. വേറെ ഫ്ലേവറും ഉണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും വേണം? രണ്ടിലുണ്ട്. മറ്റേല് നല്ല പെരുന്നാളാണ്. ഇത് ഞാൻ ഇന്നലെ കണ്ട്. ഇന്നലെ കണ്ടിട്ട് പോകാം. ഇല്ല ഫിനിഷ്. ഇതാണ് സാധനം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കുൽഫി. ഇത് ഒറിജിനൽ മാങ്ങ. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ എടുത്തേക്കാം. ഒറിജിനൽ മാങ്ങ. ഈ മാങ്ങൻ്റെ ഇതിൻ്റെ തൊലിയോർക്കന് കൂടിയിട്ട് ഇങ്ങനെ ഇതിനെന്താക്കിയിരിക്കുകയാണ്, കുൽഫിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ അണ്ടി എങ്ങനെയാണ് ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിൽ കുൽഫി നിറച്ചതിന് പിടുത്തല്ല കേട്ടത്. എന്നിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് മുക്കിയിട്ട് ഇതിൻ്റെ തണവ് വിട്ടിട്ട് ഇവിടുത്തെ ഈ കട്ടൊക്കെ പൊട്ടിക്കുക. എന്നിട്ട് പിന്നെ തൊലി കളഞ്ഞിട്ടാണ് അവർ ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് തരുന്നത്. മോഹൻലാലിൻ്റെ പേര് വരാൻ കാരണം ഇയാളുടെ പേര് അതായിരുന്നു. അങ്ങനെയാണ് ഇതിൽ മോഹൻലാലിൻ്റെ അറിയത്. എന്നിട്ട് പിന്നെ ഇയാളെ കടായി, പിന്നെ ഇയാളതായി, പിന്നെ അങ്ങനെ മാറി മാറി 4 തലമുറക്ക് ശേഷമാണ് ഇപ്പം ഈ കടന്നത്. ഞങ്ങൾ ഇനി നേരെ പോകുന്നത് സരോജിനി മാർക്കറ്റിലോട്ടാണ്.